നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പറഞ്ഞാൽ NH66 നൈറ്റിലായിട്ടുള്ള ഓരോ വിഷ്വൽസുകളാണ്. കാരണം വെച്ചാൽ രണ്ട് സൈഡിലും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നമ്മൾ ശരിക്കും UAE യാത്ര ചെയ്യുന്ന മാതിരി. കാരണം അതിന് മുന്നേ പോകണ ഈ വണ്ടികൾ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആ റൂട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും എന്താ പറയുക, നമ്മൾ ദുബായിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യുന്ന ഒരു ഫീലാട്ടോ. എന്ത് രസമാണെന്നറിയോ, രണ്ട് സൈഡിലും ഇങ്ങനെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഇവിടെ ഈ നൈറ്റിലും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നമ്മൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതുപോലെ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, അതുപോലെ ഇതൊക്കെ ഇങ്ങനെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സൈൻ ബോർഡുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണും ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി പോകാനുള്ള അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ നല്ല സിഗ്നലിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ബോർഡുകളും നമുക്ക് എല്ലാം എന്താ പറയുക വളരെ ഭംഗിയാക്കിയിട്ട് തന്നെ ഈ റോഡ് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പൊന്നാനി ഭാഗമാണ്. അപ്പോൾ പൊന്നാനിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഏരോ മാർക്ക് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ ആ ഏരോ മാർക്ക് കാണുന്ന അതുവഴിയാണ് നമ്മളിങ്ങനെ കയറി പോവുക. അതുപോലെ ഇതേപോലെ ചില ആൾക്കാരുണ്ട് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുന്നത്. അവരാണ് അതിനായിട്ട് വലിയ വലകൾ. അവർ പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് ആക്സിഡൻ്റ് ആവും. അങ്ങനെ ഒരിക്കലും നിയമപ്രകാരം അങ്ങനെ ഒന്നും കടക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഇവിടെ ഇതൊന്നും നിയമമൊന്നും ആവാത്ത കാരണം പല ആൾക്കാരും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ പോക്കറ്റ് റോഡിൽ ഈ ചില ഹംകിങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോണ റോഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന ഒരു പരിപാടിയുണ്ട്. അതും പറഞ്ഞ ഒരു ഭയങ്കര പ്രശ്നമുള്ള ഒരു ഇതാണ്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാറൊക്കെ വരാണ്ടില്ലേ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ ഇവർ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മളെ കണ്ണുറപ്പിച്ച് പേടിയായിട്ട് അങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയണതാണ്. എന്തായാലും ഇതൊക്കെ നമുക്ക് ഈ നിയമം കംപ്ലീറ്റ് ആകുമ്പോൾ ഈ വക വണ്ടിമേലകളൊക്കെ എടുത്തു പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുക. ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. നമുക്ക് കോഴിക്കോട് ശരിക്കും പൊന്നാനിയിൽ നിന്നൊക്കെ കോഴിക്കോട് പോകാൻ വെറും 1.5 മണിക്കൂർ മതി. ഇപ്പോൾ വെച്ച് കയറി കഴിഞ്ഞ് പിന്നെ അതിനായിട്ടും പകുതി മതി. അപ്പോൾ അത്രയും സ്പീഡിലൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശരീരവും നമ്മളെ ജീവനും ഒക്കെ നമുക്ക് വില പിടിപ്പുള്ളത് കൊണ്ട് നമ്മളുടെ മെല്ലെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്പീഡ് ലിമിറ്റ് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചപ്പോൾ എല്ലായിടത്തും 50, 80 ആക്കിയിട്ടുണ്ട്. മറ്റേ 100, 120 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് കഴിയാത്ത കാരണമാണോന്നും അറിയില്ല. എന്തായാലും സ്പീഡ് ലിമിറ്റ് എന്തായാലും കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ പോവുക. ക്യാമറകളൊക്കെ ചാലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇനി ഞാൻ പോയി വരാം. ബൈ.